ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫേസ് വാല്യൂ കാണിക്കാതെ വീഡിയോ ചെയ്യുന്നവരുണ്ട്, വോയിസ് ഓവർ കൊടുക്കാതെ വീഡിയോ ചെയ്യുന്നവരുണ്ട്. ചില ചാനലുകൾ മോണിറ്റൈസേഷൻ കിട്ടില്ല. ഇവർക്ക് അറിഞ്ഞോ അറിവില്ലാതെയോ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ യൂട്യൂബിൽ നിരന്തരം ഇടുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇടുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ചില ചാനലുകൾ കാണിച്ചു തരാം, എത്തരം ചാനലുകൾക്കാണ് മോണിറ്റൈസേഷൻ കിട്ടാത്തത് എന്നുള്ളത്. കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോയുടെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റീയൂസ്ഡ് കണ്ടന്റ് ബാധിച്ചിട്ട് നമ്മുടെ ഒരു ഫാമിലി അംഗം തന്നെയാണ്, 4 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിട്ടടക്കം അദ്ദേഹത്തിന് ലാസ്റ്റ് റീയൂസ്ഡ് കണ്ടന്റ് വന്ന് അദ്ദേഹത്തിൻ്റെ ചാനൽ ഡീമോണിറ്റൈസേഷൻ ആയി, അതായത് മോണിറ്റൈസേഷൻ കട്ടായി. അപ്പം നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് കട്ടായി കഴിഞ്ഞാൽ ഇത്തരം വീഡിയോസൊക്കെ ഇടുന്നവർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. ഫേസ് വാല്യൂ കാണിച്ചുകൊണ്ട് നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് വീഡിയോസൊക്കെ ഇത്തരത്തിൽ ഇടുകയാണെങ്കിൽ അതിലൊരു ആക്ടിവിറ്റീസ് ഉണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും. അല്ലാണ്ട് മറ്റുള്ളവരുടെ നിന്ന് വീഡിയോ അതേപോലെ നമ്മൾ വീണ്ടും ഫ്രീ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് വരും. അതാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ മുഴുവനായും കണ്ടവർക്ക് മനസ്സിലാവും. ചിലവർ ആ ഒരു ക്യാപ്ഷൻ, നമ്മൾ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ മാത്രം മനസ്സിലാക്കിയിട്ട് ഫേസ് വാല്യൂ കാണിക്കാതെ വീഡിയോ ചെയ്താൽ മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തെളിവോട് കൂടി തന്നെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഫാമിലിയോട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയാറുണ്ട്. ഇന്നത്തെ വീഡിയോ അത്തരത്തിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്നലെ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള ഇന്നത്തെ ഷമീർ ഖാൻ്റെ വീഡിയോ കണ്ടായിരുന്നു. അതിൽ നമ്മുടേതല്ലാത്ത കുറച്ച് വീഡിയോ ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാതെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വല്ല കുഴപ്പമുണ്ടോ? കണ്ടോ, ഇങ്ങനെയാണ്. ഒന്നും അറിയാത്തവർ ഇത്തരത്തിൽ മറ്റവളൊന്നും കണ്ടിട്ടൊക്കെയുള്ള കാഴ്ചപ്പാടിൽ വീഡിയോസൊക്കെ ഇടും. അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കും ചെയ്യാം എന്നുള്ള കാഴ്ചപ്പാടിൽ വീഡിയോസൊക്കെ ഇടും. മോണിറ്റൈസേഷൻ ടൈമിൽ 1000 സബ് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയ ശേഷം അപ്ലൈ ചെയ്യുമ്പോഴാണ് റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം വരിക. അപ്പോഴാണ് ഇവർ ചിന്തിക്കുകയുള്ളൂ, അത് അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലേ, അപ്പോൾ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ സമയം വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യും. ചാനലിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. ഇങ്ങനെ ബൾക്കായിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒട്ടനവധി പ്രോബ്ലം ഉണ്ടാവും. അതേപോലെ വേറൊരു സുഹൃത്ത് പറഞ്ഞു, ബ്രദർ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആണ്, 4.8K സബ് ഉണ്ട്, ഓക്കെ, ഇപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് ആയി അപ്പീൽ ചെയ്താൽ ഓക്കെ ആകുമോ? അവിടെ തെറ്റ് ചെയ്തിരിക്കുന്നു പറയുന്നുണ്ട്. ഞാൻ വേറൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് വീഡിയോ എടുത്ത് ഇട്ടത് അബദ്ധം പറ്റിപ്പോയി. വേറെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ അത് യൂട്യൂബിൽ ഉള്ളത് കൊണ്ടാണ് റീയൂസ്ഡ് ആയത്. നിങ്ങൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോസ് നിങ്ങളുടെ യൂട്യൂബിൽ ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇടാം. യൂട്യൂബിൽ ഉണ്ടാവാൻ പാടില്ല അത്തരം വീഡിയോ, നിങ്ങളുടേതാണ് എന്നുള്ള അവകാശവാദത്തോടുകൂടി നിങ്ങൾക്ക് ഇടാം. ഇതെന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ടാവും, അതുപോലെ യൂട്യൂബിലും ഉണ്ടാവും. ഇത്തരം വീഡിയോകൾ വീണ്ടും നിങ്ങൾ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ റീയൂസ്ഡ് ആയി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിനും ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലമായി അദ്ദേഹത്തിന് മോണിറ്റൈസേഷൻ കട്ടായി. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരം മറ്റുള്ളവരുടെ അനുഭവം വെച്ച് ഞാൻ നമ്മുടെ ഫാമിലിയോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അദ്ദേഹത്തിൻ്റെ ലിങ്ക് കൊടുക്കാം. ഈ വീഡിയോ മുഴുവനായി കണ്ട ശേഷം നിങ്ങൾക്ക് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ അത് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രം കട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അത് ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം ഇത് നിങ്ങൾ ഒരുപാട് പേര് കാണുമ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങളുമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽ കാണിച്ചു തരാം, എങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് ഒന്നും ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെയ്യാൻ പാടില്ലാത്ത വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. എങ്ങനത്തെയൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് കാണിച്ചു തരാം. ഫേസ് വാല്യൂ കാണിച്ച് നിങ്ങൾ സൗണ്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ഫേസ് വാല്യൂ കാണിച്ചിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ കിട്ടും. അധികം പേര് ഫേസ് കാണിക്കാൻ ഇഷ്ടമില്ല, വോയിസ് ഓവർ മാത്രം കൊടുത്താൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. വോയിസ് ഓവർ മാത്രം കൊടുത്താൽ കൂടി മോണിറ്റൈസേഷൻ കിട്ടാത്ത വീഡിയോ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ചാനലാണ്, ഇവിടെ കണ്ടോ, ഇവിടെ ഇത്തരത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ടെക്സ്റ്റുകൾ PDF ആയിട്ടൊക്കെ ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്തു പോകുന്ന എഴുത്തുകൾ, അതിന് വോയിസ് ഓവർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അത്തരം ചാനലുകൾ മോണിറ്റൈസേഷൻ കിട്ടില്ല. അതായത് നമുക്ക് അപ്പീൽ ചെയ്യുമ്പോൾ അത് റീയൂസ്ഡ് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് അങ്ങനെയുള്ള ഓപ്ഷനാണ് വരിക, മോണിറ്റൈസേഷൻ കിട്ടില്ല. അപ്പോൾ ഈ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് എന്താണ്, സെയിം കണ്ടന്റ് തന്നെ തുടർച്ചയായി വരുന്നു എന്നുള്ളതിൽ. പിന്നെ ഇതേപോലെയുള്ള കണ്ടന്റ് ഈ ടെക്സ്റ്റുകൾ PDF ആയിട്ട്, പിന്നെ ചില ബുക്ക് റീഡിംഗ് ഒക്കെ PDF ആയിട്ടൊക്കെ കൊടുക്കും. അത്തരം കണ്ടന്റുകൾ മോണിറ്റൈസേഷൻ കിട്ടില്ല. ഇത് ഒരുപാട് ചാനൽ നമ്മുടെ എൻക്വയറിക്ക് വരുന്നുണ്ട്, ഇപ്പം എൻ്റെ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ല എന്താണെന്ന് നോക്കിയിട്ട്. അതെന്താണ്, ക്രിയേറ്റിവിറ്റിയിൽ യൂട്യൂബ് പറയുന്നത് ക്രിയേറ്റിവിറ്റി ഉള്ള കണ്ടന്റിലെ ആഡ്സ് കൊടുക്കുള്ളൂ, ആഡ്സ് കമ്പനികൾ ആഡ്സ് കൊടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കണ്ടന്റുകളെ യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് മോണിറ്റൈസേഷൻ കൊടുക്കാത്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ, അപ്പോഴത്തേനും കോളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടന്റുകളാണ്. ഏതാണെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ കണ്ടോ, സിനിമ പാട്ട് വെച്ചിട്ടാണ് അടുത്തത്.
അതായത് ആ എഴുത്ത് എന്താണോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് കറക്റ്റായിട്ട് അദ്ദേഹം ആ ഒരു പാട്ടിനനുസരിച്ചുള്ള വരികൾ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് മോണിറ്റൈസേഷൻ കിട്ടില്ല. ഓക്കെ, ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ. പിന്നെ ഞാനിത് 100% മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് പറയുന്നില്ല. ചില കണ്ടന്റുകൾ യൂട്യൂബ് ഡിറ്റക്ട് ചെയ്യാണ്ട് ചിലതിന് മോണിറ്റൈസേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് ഇൻസ്പയർ ആയിട്ടാണ് അധികം പേരും ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ ഇടുന്നത്. പക്ഷെ അവർക്ക് മോണിറ്റൈസേഷൻ ടൈമിൽ വാച്ച് ഓവറും സബ്ബൊക്കെ കംപ്ലീറ്റ് ആയി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടാത്തത്. ഇത് ഇതേപോലെയുള്ള കണ്ടന്റുകളിൽ വരുന്നതാണ് PSC റീഡിങ്. PSCന്റെ കാര്യങ്ങളെല്ലാം ടെക്സ്റ്റായിട്ട് എഴുതിയിട്ട് ആൻസർ കൊടുക്കുന്നത്. ചിലപ്പോൾ ടൈം കൗണ്ട് ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ റൺ ചെയ്തിട്ട് ആ ഒരു ടൈമിൽ ആൻസർ പറയുന്ന അത്തരം കണ്ടന്റുകൾ നിങ്ങൾ വ്യാപകമായി കണ്ടിട്ടുണ്ടാവും. അതിനൊന്നും മോണിറ്റൈസേഷൻ കൊടുക്കാറില്ല. അതേപോലെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞില്ല PDF ആയിട്ട് പിക്ചറുകൾ വെച്ചിട്ട്, അതുപോലെ തന്നെ ഈ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത കണ്ടന്റ്, വെറും എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് വോയിസ് ഓവർ നമ്മളിപ്പോൾ സംസാരിച്ചാലും അതുപോലെ പലവരും അത്തരത്തിലുള്ള ടെക്സ്റ്റൊക്കെ കൊടുത്ത് AI ടൂൾ ഉപയോഗിച്ചിട്ടുള്ള വോയിസ് ഓവർ കൊടുക്കാറുണ്ട്. AI ടൂൾ ഉപയോഗിച്ചിട്ട് അതിന് മോണിറ്റൈസേഷൻ കിട്ടില്ല. പിന്നെ ചില ആളുകൾ ഫേസ് വാല്യൂ കാണിച്ച് അല്ലെങ്കിൽ അവരുടെ വീഡിയോ ഫുട്ടേജ് കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള ടെസ്റ്റ് കൊടുക്കാറുണ്ട്. ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഒരു അമ്മ ഇത്തരത്തിൽ ചാനൽ അവർ ക്രിയേറ്റ് ചെയ്തു. അവർ ഭഗവാന്റെ ഫോട്ടോകളൊക്കെ വെച്ച്, ദൈവ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുള്ള എഴുത്തുകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടാണ്ട് വന്നു. എന്താ ചെയ്യുക, എനിക്ക് ഇതല്ലാണ്ട് വേറെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും അമ്പലം സന്ദർശിക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ അമ്പലത്തിൻ്റെ വീഡിയോസ് എടുക്കൂ. അമ്പലത്തിൻ്റെ വീഡിയോസ് എടുത്തിട്ട് അതിൻ്റെ മേലെ നിങ്ങൾ ആ വീഡിയോ മൂവ് ചെയ്തുകൊണ്ട് ഇരുന്നോട്ടെ, നിങ്ങൾ വോയിസ് ഓവറും കൊടുക്കും, അതുപോലെ അതിൽ തന്നെ ടെക്സ്റ്റും കൊടുക്കും. അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടി. ഇതാണ്, ഇത്തിരി ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നു. അവർക്ക് അതിനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എഴുതുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവർ അമ്പലത്തിൻ്റെ ആ ഒരു ഫുട്ടേജും കൊടുത്തു, അവർ വോയിസ് ഓവറും കൊടുത്തു, അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടി. വോയിസ് ഓവർ കൊടുത്ത മോണിറ്റൈസേഷൻ കിട്ടും. പക്ഷേ ക്രിയേറ്റിവിറ്റി, വീഡിയോയിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. വെറുതെ ഒരു പോസ്റ്റ് മാത്രം വെച്ച് അതിൽ വോയിസ് ഓവർ കൊടുത്ത് ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടേ ഇരുന്നാൽ അതിന് മോണിറ്റൈസേഷൻ കിട്ടില്ല. ഇത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരുപാട് പേര് അറിയാണ്ട് ഇത്തരത്തിലുള്ള കണ്ടന്റ് ഇടാറുണ്ട്. ഇനി വേറൊരു കണ്ടന്റ് കാണിച്ചു തരാം കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ടെക്നിക്കും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ എടുക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ചാനലാണ്. ഇതിൽ കുഴപ്പമില്ല, ഇത് നോക്കിക്കോളൂ. അമ്മയെ സഹായിക്കല്ലേ, നേരെ എവിടെയല്ലേ കുറവാ. അതിനെക്കാട്ടില് അമ്മയുടെ പുന്നാര മോനായിട്ട് അമ്മ ഉണ്ടാക്കി തരുന്നതൊക്കെ കഴിച്ചേച്ചിരിക്കുന്നതാണോ ഇഷ്ടം? അതല്ലേ. അപ്പൊ അമ്മയുടെ ഒരു പ്രിയപുത്രൻ. ഞാൻ ചെറുപ്പം തൊട്ടേ കുഞ്ഞുണ്ട്. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. അന്നേ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നാണ്. ഇത്തരം കണ്ടന്റുകൾ മോണിറ്റൈസേഷൻ കിട്ടും. കാരണം അവിടെ അവർ പാചകം ചെയ്യുന്നതിൻ്റെ സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ട്. അവരുടെ വീഡിയോ, ഇത് ആ കണ്ടന്റ് ID ഡിറ്റക്ട് ചെയ്യുന്നില്ല. ഇത് ഇപ്പോൾ എന്താണ് അറിയോ പ്രശ്നം, മറ്റുള്ളവരുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടേതാണ് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിലൊരു കണ്ടന്റ് ID ക്രിയേറ്റ് ആകുന്നുണ്ട്. അവർ ഓൾറെഡി അപ്ലോഡ് ആകുമ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് കണ്ടന്റ് ID ഉണ്ട്. ആ ID തന്നെ നമ്മൾ വീണ്ടും ഉപയോഗിക്കുമ്പോൾ കണ്ടന്റ് ID ഡിറ്റക്ട് ആവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ട്രോൾ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ അത്തരം വീഡിയോകളൊക്കെ എടുത്ത് ചെയ്യുന്നത് പല രീതിയിൽ എഡിറ്റ് ചെയ്ത് പല രീതിയിൽ അവർ മാറ്റങ്ങൾ വരുത്തി, ഒരുപാട് മൈന്യൂട്ടായിട്ട് ചെക്ക് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അവർ ഇത്തരത്തിൽ വീഡിയോ യൂസ് ചെയ്യുന്നത്, ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ റീയൂസ്ഡ് കണ്ടന്റോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടാവുകയോ ചെയ്യുന്നില്ല. അവർ ഒരുപാട് അതിൽ എക്സ്പീരിയൻസ് ആയിട്ട് എക്സ്പേർട്ടായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പലവരുടെയും നിങ്ങൾ ട്രോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അവർക്ക് മോണിറ്റൈസേഷൻ ഉണ്ടാവും. കാരണം അവർ അതേ നിരന്തരം ഉപയോഗിക്കുന്നുണ്ടാവും. ഓരോ കോമഡി സീനുകൾ, ചെറിയ സീനുകളൊക്കെ, അതെല്ലാം അവർ മൈന്യൂട്ടായി ചെക്ക് ചെയ്ത് എഡിറ്റിംഗ് പർപ്പസ്. ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ നല്ല ബ്രില്യൻ്റ് എന്ന് പറയണം. കാരണം ഒരു അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു നിലയിൽ എത്തുന്നത്. പക്ഷെ അത് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. അവരുടെ മറ്റുള്ളവർ അത്തരം വീഡിയോ കണ്ടിട്ട് പുതുതായിട്ട് വരുന്നവർ ചെയ്യാൻ നോക്കുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യുകയും പെട്ടെന്ന് റീയൂസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ചാനൽ മോണിറ്റൈസ് ആവാതെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങളിൽ പോയി പെടാതിരിക്കാനാണ് ഞാൻ ഫേസ് വാല്യൂ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഏത് തരം വീഡിയോസ് ഇടാം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ അവരുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്നത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്, അവർക്കെല്ലാം ഇത്തരത്തിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഫേസ് വാല്യൂ നമ്മളിപ്പോൾ മുമ്പിൽ വന്നിരുന്ന് ചെറിയൊരു കട്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ലെയർ ആയിട്ട് ഇത്തരത്തിൽ വീഡിയോ അവരുടെ പ്ലേ ചെയ്തിട്ട് നമുക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റും, റോസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ചാനൽ ഞാൻ അത്തരത്തിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കണ്ടോ, ഓക്കെ, ഇത്തരത്തിലുള്ള കണ്ടന്റ് അവർ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയോ, ഒന്ന് ദോശന്റെ കണ്ടോ കണ്ടോ, ഇവിടെ ഇത്തരത്തിലുള്ള കണ്ടന്റ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഇവരുടെ കണ്ടന്റ് തന്നെയാണ്. കൂടുതൽ ഭാഗവും ഇവരുടെയാണ്, കുറച്ച് ഭാഗമാണ് മറ്റുള്ള കണ്ടന്റ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുമായ കണ്ടന്റ് ആണോ അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ദോശ നല്ല ദോശ ആവട്ടെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അതിൽ ഇവർ ദോശ ഒഴിക്കുന്നതിൻ്റെ സൗണ്ട്, അവിടെ ഉണ്ടാക്കുന്നതിൻ്റെ സൗണ്ട് എല്ലാം ഇതിൽ
അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് റീയൂസ്ഡ് വരില്ല. ഇതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് ചാനലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള വോയിസ് ഓവർ കൊടുത്താൽ എനിക്ക് കിട്ടില്ല. കുക്കിംഗ് ചാനൽ അവർ വോയിസ് ഓവർ കൊടുത്ത് കുക്കിംഗാണ് ചെയ്യുന്നത്, മോണിറ്റൈസേഷൻ കിട്ടും. അതുപോലെ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ടുള്ള വീഡിയോസുകൾ, ഇപ്പോൾ എന്തെങ്കിലും പ്ലാന്റ് ഇങ്ങനെയുള്ളതൊക്കെ അവർ വോയിസ് ഓവർ കൊടുക്കുള്ളൂ. അവരുടെ വീഡിയോയുടെ മുന്നിൽ അവർ വരുന്നില്ല, അതിന് മോണിറ്റൈസേഷൻ കിട്ടും. അങ്ങനെയൊന്നും പേടിക്കേണ്ട. ഞാൻ എന്താ പറഞ്ഞ് ടെക്സ്റ്റായിട്ട് കൊടുക്കുന്ന, PDF ആയിട്ട് കൊടുക്കുന്ന ഈ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ചില കണ്ടന്റുകൾ അവർക്കാണ്. അതുപോലെ സ്റ്റാറ്റസ് വീഡിയോ, വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോ വയ്ക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഗൂഗിളിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഒരുപാട് വോയിസ് ഓവർ കൊടുക്കും. അത്തരം കണ്ടന്റുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. കാരണം ഒരിക്കൽ ഉപയോഗിച്ചതായിരിക്കും റീയൂസർ കണ്ടന്റ് വരും. ഗൂഗിളിൽ നിന്നൊക്കെ ഫോട്ടോ പലവരും പല രീതിയിൽ ഉപയോഗിക്കാറുണ്ടാവും. അതെല്ലാം എടുത്ത് ഇപ്പോൾ ഫിലിം നടന്മാരുടെ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ വെച്ചിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത് ഒരിക്കൽ ഉപയോഗിച്ചിട്ടുണ്ടാവും, ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരം കണ്ടന്റുകൾക്കും മോണിറ്റൈസേഷൻ കൊടുക്കാറില്ല. അത് ശ്രദ്ധിക്കണം. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ അതിനെ മാറ്റി അതിനൊരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ ചെയ്യുമ്പോൾ അത്തരം കണ്ടന്റുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാറുണ്ട്. ഓക്കെ. ഇതെല്ലാം മനസ്സിലാക്കണം. ഇങ്ങനെ ഫോട്ടോ ഇപ്പോൾ ന്യൂസൊക്കെ ചെയ്യുന്നവർ ന്യൂസിൻ്റെ പല ഫോട്ടോ എടുത്തിട്ട് അവർ ന്യൂസ് പറയാറുണ്ട്. അതിനൊക്കെ മോണിറ്റൈസേഷൻ കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ അവർ ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലിപ്പുകൾ എടുത്തിട്ട് ഒരുപാട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് ന്യൂസുമായി ബന്ധപ്പെട്ട് ഓരോ മാറ്റങ്ങൾ വന്നിട്ട്, അത് ന്യൂസ് എന്താ വെച്ചാൽ ഓരോ ട്രെൻഡിങ്ങിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഫോട്ടോസുകൾ. അപ്പോൾ അവർ വേഗം എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാർ റിവ്യൂ ചെയ്യുന്നവരുണ്ടാവും. കാറിൻ്റെ പല രീതിയിലുള്ള വീഡിയോസ് അവർ കളക്ട് ചെയ്യും. എന്നിട്ട് അതിനെ സൂം ഇന്നും സൂം ഔട്ടൊക്കെ ആക്കിയിട്ട് വ്യത്യസ്തപരമായിട്ട് എഡിറ്റിങ്ങിൽ അവർ വോയിസ് ഓവർ കൊടുക്കും. അതിന് മോണിറ്റൈസേഷൻ കിട്ടാറുണ്ട്. അതാണ് പറയുന്നത്, എഡിറ്റിംഗ് സ്കില്ലുള്ളവർക്ക് മോണിറ്റൈസേഷൻ കിട്ടും. എഡിറ്റിംഗ് സ്കില്ലില്ല, ആ കിട്ടിയ ഫുട്ടേജ് അതേപോലെ ചെയ്യുന്നവർക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. വോയിസ് ഓവർ കൊടുത്താലും മോണിറ്റൈസേഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ട്, നിങ്ങൾ ഓരോരുത്തരും കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങളൊന്നും വരാണ്ടിരിക്കാനാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ അപ്പായി നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന സോഴ്സായി മാറുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും, അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് എൻ്റെ ചാനൽ നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ആയി, അദ്ദേഹം എനിക്ക് നല്ലൊരു ഹെൽപ്പാണ്, അവരുടെ വീഡിയോ ഓരോ മാറ്റങ്ങളും എൻ്റെ ചാനലിൽ വരുന്നത് ഇവരുടെ വീഡിയോ കണ്ടിട്ടാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് തന്നെയാണ് ഇത്തരം കണ്ടന്റ് ചെയ്യുന്ന ഞങ്ങളെ പോലെയുള്ളവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.